അയ്യപ്പനോട് ഇപ്പൊ എങ്ങനെയാ? സ്നേഹമാണോ വിരോധമാണോ? പറയൂ, സ്നേഹമാണോ വിരോധമാണോ? എനിക്കറിയില്ല. അത് ശരി. രോഹിണിക്ക് ഈ ട്രൂപ്പിലുള്ള മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോ? പറയണം. ഇല്ല. ഇവിടെ ഒരു ബാലഗോപാലല്ലേ, അയാളോട് എങ്ങനെയാ? ഒന്നുമില്ല. കൊല്ലപ്പള്ളിയോട് സ്നേഹമാണല്ലേ? ആണ് അല്ലേ? അല്ല. അയ്യപ്പനും രോഹിണിയും തമ്മിൽ ഇടക്കിടക്ക് വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നോ? ചിലപ്പോഴൊക്കെ. എന്തിനു വേണ്ടിയാണ് വഴക്കുണ്ടാകാറുള്ളതെന്ന് പറയാമോ? അധികവും പണത്തിന് വേണ്ടിയാണ്. കയ്യിൽ കിട്ടുന്ന എല്ലാം കുടിച്ചു തീർക്കും. തീരുമ്പോൾ എന്നോട് ചോദിക്കും. ഞാൻ കൊടുക്കാതിരിക്കുമ്പോഴാണ് വഴക്ക്. അയ്യപ്പൻ പോയ ദിവസവും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി ഉണ്ടായി അല്ലേ? പണത്തിന് വേണ്ടി തന്നെ. പറയൂ. ഇവിടാരും ഇല്ലേ? ഇവിടാരും ഇല്ലേ? ആ, വിഷ്ണുവോ? അല്ല, പരമേശ്വരൻ. അയാളകത്തുണ്ടോ? ഉണ്ടടാ. നീ ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അമ്മ പറഞ്ഞു രൂപ വാങ്ങിച്ചോണ്ടില്ല. രൂപയോ? നിന്റെ അമ്മ എന്റെ രൂപ വെച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിനക്ക് അമ്മയ്ക്ക് രൂപ വെച്ചിയാണോ ജോലി? അത് അമ്മയുടെ നീ ചോദിക്കണം. ഏതായാലും നീ അകത്തോട്ട് കയറി ഇരിക്കുക. ഇല്ല, ഈ മുടിഞ്ഞ പെണ്ണകത്ത് ഞാൻ കയറില്ല. കാരണത്തിൽ അടി വെച്ചിട്ടുണ്ടോ? പിന്നെ അവനെ അടിക്കും. അടിച്ചാന്നടാ. അടിക്കാൻ പിന്നെ എന്നെ കൊല്ലേണ്ടി വരും. ഒരു 50 രൂപ. എന്റെ എവിടുന്ന രൂപ? പിന്നെ നിനക്ക് കിട്ടുന്ന രൂപയൊക്കെ നീ എന്ത് ചെയ്യുന്നു? അത് ഞാൻ വീട്ടിലേക്ക് അയച്ചു പോയി. നീ ആ തലകറച്ചിലൊന്ന് പറഞ്ഞേക്കാനാ. ഒരു 25 രൂപയോട് എന്റെ ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ തരില്ലേ? ശരി, ഞാൻ വക്കച്ചനോട് തന്നെ ചോദിച്ചു നോക്കാം. ആ ചെറുക്കൻ രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്നവനെ. എന്നിട്ട് അയാൾ എപ്പോ തിരിച്ചു വന്നു? ഒന്നും മറക്കണ്ട. വക്കച്ചൻ രൂപ തന്നില്ല. ചെറുക്കനെ ക്യാമ്പീരത്തേക്കാ. നീ കുറച്ച് രൂപ നോക്കുള്ളൂ, അല്ലാതെ പോവില്ല. എന്റെ എല്ലാം ഞാൻ എങ്ങനെ തരാനാ? നീ നോക്ക്, കാണും. ഇതാകെയുള്ള ഇതാണ്. 7 രൂപ. വേറെ പൈസ ഒന്നുമില്ല? ഇല്ല. എന്റെ പെട്ടിയുടെ താക്കോലോടെ. എന്തിനാ? എന്റെ പെട്ടി താക്കോൽ ഞാൻ തരില്ല. രൂപയില്ല, പിന്നെ താക്കോൽ എന്തുണ്ട്? രൂപയിലും ഞാനല്ലേ പറഞ്ഞത്. ഞാൻ തരില്ല. എന്റെ പെട്ടി തുറക്കരുത്. തുറക്കരുതെന്നാ പറഞ്ഞത്. അയ്യോ, അതെടുക്കരുത്. സുമതിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വരുന്ന മാസം അവിടെ കല്യാണമാ. ഈശ്വരനെ വിചാരിച്ച് അത് കൊണ്ടുപോകരുത്. വരുന്ന മാസത്തിലല്ലേ കല്യാണം? അപ്പോൾ ഞാൻ എടുത്തു തരാം. വേണ്ട. ഇത് വിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് തൽക്കാലം മടങ്ങി വെച്ച ചെറുക്കനെന്ന് പറഞ്ഞേക്കും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നിട്ട് കൊണ്ടേക്കുള്ളൂ. കമ്മൽ അനിയത്തിക്ക് വേണ്ടി തന്നെയാണോ വാങ്ങിയത്? അതെ. കമ്മൽ വാങ്ങിവെച്ച വിവരത്തിന് ഞാൻ അവൾക്ക് കത്തും എഴുതിയിരുന്നു. അയ്യപ്പൻ അറിയാതെയാണോ കമ്മൽ വാങ്ങിയത്? അറിയിച്ചാൽ അതും കൂടി കൊണ്ടുപോയി നശിപ്പിക്കും. ഈ കമ്മലിന് എന്ത് വില വരും? 650 രൂപയാണെന്നാണ് രാജമ്മ ചേച്ചി പറഞ്ഞത്. ബില്ല് ചേച്ചിയുടെയിലാണ്. അതാരാ ഈ രാജമ്മ ചേച്ചി? ഇവിടുത്തെ ഒരു നടിയാണ്. കയ്യിൽ കിട്ടും പോലെ കുറേശ്ശെ രൂപ അവരെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ രാജമ്മ ചേച്ചി ഇത്രയേറെ വിശ്വസിക്കാൻ കാര്യം? എന്റെ കഷ്ടതകൾ അറിയാവുന്ന അവർക്ക് എന്നോട് ഇഷ്ടമാണ്. എന്റെ വീട്ടിലെ കാര്യത്തിന് പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുമുണ്ട്. അയ്യപ്പൻ കമ്മൽ എടുത്തുകൊണ്ടുപോയ വിവരം മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല. കൊല്ലപ്പള്ളിയോട് പറഞ്ഞില്ലേ? ഇല്ല. ബാലഗോപാലിനോടോ? ആരോടും പറഞ്ഞില്ല. പറയുന്നതെല്ലാം സത്യമല്ലേ? അതെ, സത്യമാണ്. അയ്യപ്പൻ അന്ന് കമ്മലുമായിട്ട് പോകുമ്പോ ധരിച്ചിരുന്ന വേഷം എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താ മറുപടി പറയാത്തത്? ശരിക്കും ഓർമ്മിക്കുന്നില്ല. ഒരു മഞ്ഞ ജുബ്ബയും കടന്നീലക്കരയുള്ള ഒരു വേഷ്ടിയുമായിരുന്നു. അതെ, അതായിരുന്നു വേഷം. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഇപ്പോൾ ഞാൻ ശരിക്കും ഓർമ്മിക്കുന്നു. അയ്യപ്പൻ
കയ്യിൽ ഒരു ചെമ്പുവള ഇടാറുണ്ടോ? ഉണ്ട്. ഓൾ റൈറ്റ്. രോഹിണിക്ക് ഇപ്പൊ പോകാം. ആരാ ഒരു രാജമ്മ? ഇവിടെ ഉണ്ട്. ആ, വിളിക്കൂ. രാജമ്മ, അതെ. ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ. എന്താ നിന്റെ ജോലി? ഞാൻ നടിയാണ്. അത് മനസ്സിലായി. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോന്ന്? വേറെ ജോലിയൊന്നുമില്ല. ആളുകളെ തമ്മിൽ പരിചയപ്പെടുത്തുന്ന ജോലി ഉണ്ടോ നിനക്ക്? ആണിനെയും പെണ്ണിനെയും? അയ്യോ സാർ, സത്യം പറയണം. രോഹിണിക്ക് കമ്മൽ വാങ്ങിക്കൊടുക്കാനുള്ള രൂപ കൊല്ലപ്പള്ളി തന്നോ ബാലഗോപാല തന്നോ? ആരും തന്നില്ല സാർ. അത് അവളുടെ രൂപയാണ്. 750 രൂപയല്ലേ കമ്മലിന്റെ വില? അല്ല സാർ, 650 രൂപയാണ്. ബില്ല് എന്റെ കയ്യിലുണ്ട്. ഈ 650 രൂപ രോഹിണി എന്നാ നിന്റെ കയ്യിൽ തന്നത്? അത് ഒരുമിച്ച് തന്നതല്ല, പലപ്പോഴായിട്ട് തന്നതാണ്. നീ ആര്? നിക്ഷേപപ്പെട്ടിയോ? അയ്യപ്പന്റെ ശല്യം കൊണ്ടാണ് രോഹിണി എന്നെ ഏൽപ്പിച്ചത്. അയ്യപ്പൻ ഇപ്പൊ രോഹിണിക്ക് കത്തയക്കുന്നത് നിന്റെ മേൽവാസത്തിലല്ലേ? അല്ല സാർ, അയ്യപ്പൻ രോഹിണിക്ക് കത്തെഴുതുകയില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അവർ തമ്മിൽ എന്നും വഴക്കാണ്. അയാൾ പോയത് ഭാഗ്യമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവൾ. ആര്? രോഹിണിയോ? അതെ. രോഹിണി നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, എനിക്കങ്ങനെ തോന്നിയതാണ്. അയ്യപ്പനോട് ഇവിടെ ആർക്കെങ്കിലും പ്രത്യേക വൈരാഗ്യം വല്ലതുണ്ടോ? അയാളെ ആർക്കും ഇഷ്ടമല്ല. അയാൾ എല്ലാവരോടും വഴക്കുണ്ടാക്കും. കുടിച്ചു കഴിഞ്ഞാൽ മഹാമോശക്കാരനാണ്. ശരി, നീ ഇപ്പൊ പോയിക്കോളൂ. നീ ഞാൻ വിളിപ്പിക്കും. ചെല്ലപ്പൻ. അവിടെ വിളിക്കുന്നു. എന്നെയോ? ആ, വേഗം കൂടിയല്ലേ. എന്നോട് ആ കമ്മലിന്റെ കാര്യം ചോദിച്ചല്ലോ രോഹിണി. അദ്ദേഹം അതെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു ചേച്ചി, കമ്മലും കൊണ്ടല്ലേ പോയത്. ആര്? അയ്യപ്പനോ? ഹോ, മഹാഭാവി. തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമോ? ഇല്ല. സ്ത്രീകളെ കാണുമ്പോ? ആ, അത് എന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. കാര്യം? സ്ത്രീകൾക്കെല്ലാം എന്നെല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. എല്ലാ സ്ത്രീകൾക്കും നിന്നോട് ഇഷ്ടം തോന്നാൻ കാര്യം? അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും. കൈ കാശില്ലെങ്കിലും എന്നോട് പറയൂ. വേറെ ആരോട് പറയാറില്ല. പറഞ്ഞാൽ ഞാനോട് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആവുമ്പോ നാടകത്തിൽ നിന്ന് കിട്ടുന്ന പണം തികയാതെ വരുമല്ലോ. വരും സാർ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് പൈസ വരുത്താറുണ്ട്. വീട്ടിൽ നല്ല സൗകര്യമുണ്ട്. പിന്നെ കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതാ. ചുരുക്കി പറഞ്ഞ താൻ നടികളുടെ ഒരു കറവ പശുവാണ് അല്ലേ? ഇതൊക്കെയല്ലേ സാർ ഒരു മനുഷ്യത്വം. രോഹിണിയുടെ കാര്യത്തിലും ഈ മനുഷ്യത്വം കാണിക്കാറുണ്ടോ? അതുകൊണ്ടല്ലേ സാർ അയ്യപ്പനോട് ഈ വഴക്ക്. അയ്യപ്പനുമായിട്ട് സാധാരണ വഴക്കുണ്ടാകാറുണ്ടോ? കൊള്ളാം, എത്ര പ്രാവശ്യം. പക്ഷെ ഞാനൊന്നും ഭവിക്കാറില്ല സാറേ. എനിക്ക് ആ കുട്ടിയോട് സ്നേഹമുണ്ട്, ആ കുട്ടിക്ക് എന്നോടും. ഇനി ഒരു സത്യം കൂടെ പറഞ്ഞാൽ മതി. അയ്യപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ? അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാർ. ചാരായ ഷാപ്പിച്ച് വഴക്കോട്ടായതിനു ശേഷം അയ്യപ്പനെ ഞാൻ കണ്ടിട്ടേയില്ല. അതെന്നായിരുന്നു? അതിന്റെ പിറ്റേന്ന് മുതലാണ് അയ്യപ്പനെ കാണാതായത്. വഴക്കുണ്ടാകാൻ കാരണം? അത് ഞാൻ പറയണോ സാർ? പറയണം. എനിക്ക് അത്താഴത്തിന് മുമ്പ് ശകലം കഴിക്കുന്ന ശീലമുണ്ട്. നീ ഇതുവരെ പോയില്ലേ? തന്തപ്പടി വരാതെ പോകാൻ പറ്റുമോ? നീ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ രൂപ കൊണ്ട് ഉടനെ വരാം എന്ന് പറഞ്ഞ് പോയതാ. എന്നാ നീ ഇവിടെ കുറെ ഇരിക്കുകയുള്ളൂ. എന്റെ പൊന്നു വിഷ്ണു, വേറെ ആരെ മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം തന്റെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? അയാളിന് വരാനൊന്നും പോകുന്നില്ല. അയാൾ അപ്പോഴേ തോന്നി വഴിക്ക് പോയി കാണും. വെറുതെ നോക്കിയിരിക്കണ്ട, അയാൾ വരത്തില്ല എന്ന് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ. ആ പിന്നെ സ്വന്തം തന്തയല്ലേ, കാത്തിരിക്കാതിരിക്കാൻ പറ്റുമോ? അത് മക്കളോട് സ്നേഹമുള്ള എന്തായിരിക്കണ്ടേ? വിഷ്ണു, നേരങ്ങളാതെ വീട്ടിൽ പോകും. വീട്ടിൽ പോകണമെങ്കിലേ വണ്ടിക്ക് ഒരിക്കൽ പൈസ വേണ്ടേ? അപ്പൊ അതുമില്ല. ഇത് മതിയോ? ആ, ഒപ്പിക്കാം. അയ്യപ്പ വല്ലാണ്ട് കുടിച്ചുണ്ട്. ആ കുടിത്തന്നെ എന്റെ വയസ്സ് കൊടുത്താടാ. നീ എന്നോ അതിനുശേഷം നിങ്ങൾ ഏറ്റുമുട്ടിയത് എവിടെ വെച്ചാണ്? ഏറ്റുമുട്ടല്ലോ? അയ്യപ്പൻ വരുന്ന വഴിയിൽ നിങ്ങൾ ആയുധവുമായിട്ട് കാത്തുനിന്നോ അതോ? ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല സാർ. നിങ്ങളെ തല്ലിയതിന് നിങ്ങൾ പകരം ചോദിച്ചില്ലേ?
കുടിച്ച് ബോധമില്ലാത്തവൻ. ഞാൻ അത്ര കാര്യമാക്കിയില്ല. നേരെ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഏത് ഹോട്ടലിൽ? ഹോട്ടൽ എവറസ്റ്റ്. പതിവായി ഞാൻ അവിടെ നിന്ന് ഊണ് കഴിക്കാറുള്ളത്. ഊണ് കഴിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ ക്യാമ്പിലേക്ക് പോന്നു. ക്യാമ്പിൽ എത്ര മണിക്കെത്തി? ഒരു 10-10:30 കാണും. എന്നിട്ട് നിങ്ങൾ ആയുധവും എടുത്ത് വെളിയിൽ പോയി അല്ലേ? അയ്യോ ഇല്ല സർ, ഞാനൊന്നും പോയില്ല. നിങ്ങൾ ഇവിടെ വന്നത് ക്യാമ്പിലുള്ളവർ ആരെങ്കിലും കണ്ടോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. വന്ന വഴി പാവടിച്ചോട് തുടങ്ങിപ്പോയി. നിങ്ങൾ വലിയ പണക്കാരാണെന്നല്ലേ പറഞ്ഞത്? വീട്ടിൽ കുറെ സ്വത്തൊക്കെ ഉണ്ട്. അപ്പോ നല്ല സ്വാധീന ശക്തിയുണ്ട് അല്ലേ? എനിക്ക് ധാരാളം ബന്ധുക്കളുണ്ട്. ശരി, പോക്കോ. അയ്യപ്പന്റെ ശവം എവിടെ ഇട്ടിരിക്കുന്നു? അയ്യോ എനിക്കറിയില്ല സാർ. ചായ ഷാപ്പിൽ നിന്ന് പിരിഞ്ഞത് പിന്നെ അയ്യപ്പനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ചെല്ലപ്പൻ, നീ ഇവിടെ തന്നെയല്ലേ താമസം? അതെ സർ. അന്ന് ബാലഗോപാൽ വിഷ്ണുവിന് വണ്ടിക്കൂലി കൊടുത്തു വിട്ടല്ലോ. അതിനുശേഷം അയ്യപ്പൻ ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിരുന്നു. ചെറുക്കൻ എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബാലഗോപാലൻ പറഞ്ഞു വിട്ടെന്ന്. ഉടനെ ബാലഗോപാലിനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അന്ന് രാത്രി ബാലഗോപാൽ ക്യാമ്പിൽ വന്നപ്പോ ചെല്ലപ്പൻ ഇവിടെ ഉണ്ടായിരുന്നോ? അയാൾ എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല സർ. ഞാനന്ന് ഒരു 9 മണിയോടെ ഉറങ്ങാൻ കിടന്നു. അയ്യപ്പനെ കാണാതായതിനെ കുറിച്ച് ചെല്ലപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് സർ എന്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനുള്ള ന്യായം? ഇതിനു മുൻപ് ഒരിക്കൽ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി. കുറെ കാലത്തേക്ക് യാതൊരു വിവരമില്ലായിരുന്നു. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് കയറി വന്നു. ഇപ്രാവശ്യവും പിണങ്ങിയാണോ പോയത്? പുള്ളിക്കാരന് പോകാൻ അങ്ങനെ പിണക്കമൊന്നും വേണമെന്നില്ല. എവിടെ നിന്നെങ്കിലും കുറെ രൂപ കിട്ടി കാണും. എന്നാ ഒന്ന് സർക്കിറ്റ് അടിച്ചേക്കാമെന്ന് കരുതിയിരിക്കും. ഏതെങ്കിലും ഒരു പെണ്ണും കാണും. പുതിയ ഏതെങ്കിലും പെണ്ണുമായിട്ട് അയ്യപ്പന് ബന്ധമുള്ള വിവരം ചെല്ലപ്പൻ അറിയാവോ? എനിക്കതൊന്നും അറിയില്ല സർ. ഞാൻ അയാളുടെ സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ശരി, ചെല്ലപ്പൻ പോയി കൊല്ലപ്പള്ളി വരാൻ പറയും. സാറിനെ അന്വേഷിക്കുന്നു പറഞ്ഞു. നിങ്ങളാണോ മിസ്റ്റർ കൊല്ലപ്പള്ളി? അതെ, ഇരിക്കൂ. നിങ്ങൾ രോഹിണിയെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് രോഹിണി പറഞ്ഞാലോ? പറയാനിടയില്ല. നിങ്ങൾ രോഹിണിയെ കാണാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ടോ? ഇല്ല. പിന്നെ ഒരിക്കൽ അവിടെ പോയെന്നും അയ്യപ്പനുമായിട്ട് വഴക്കുണ്ടായി എന്നൊക്കെ കേട്ടല്ലോ. ഒരിക്കൽ പോയിട്ടുണ്ട്. അയ്യപ്പനില്ലാത്തപ്പോ? അപ്പോ അയ്യപ്പനില്ലായിരുന്നു. രോഹിണിയെ കാണാൻ പോയതാ? അല്ല. പിന്നെ പരിചയമുള്ളവരെ കണ്ടിട്ടൊന്നും പറയാവുന്ന ശരിയാണ്. അതുകൊണ്ട് വന്നതാ. വരൂ, പുരയിലേക്ക് ഇരിക്കാമല്ലോ. ഒരല്പ തിരക്കുണ്ട്. അച്ഛന് നല്ല സുഖമില്ല. ഡോക്ടറെ ഒന്ന് കാണണം. അയ്യപ്പനുണ്ടോ? ആളിനെ പറ്റി അറിയാമല്ലോ. രാവിലെ പോയതാണ്. ഇനി രാത്രി ലക്കില്ലാതെ കയറി വരും. എല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. കുട്ടി ഇവിടെ താമസിച്ച് ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന എന്തിനാ? വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയും 2 അനുജത്തിമാരും ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല. എനിക്ക് നാടകമുള്ളതുകൊണ്ട് അവര് പട്ടിണി കൂടാതെ കഴിയുന്നു. കഴിയുമെങ്കിൽ നാടകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം. അതെന്താ? ജീവിതം പോലും മടുത്തു കഴിഞ്ഞു. പിന്നെ നാടകത്തിന്റെ കാര്യം പറയണം. ആത്മഹത്യ ചെയ്താൽ എന്റെ വീട് നശിക്കും. അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടനെ പോലുള്ള നല്ല ആളുകൾ കൂടെ ഉള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. എന്റെ കഴിവിലൊതുങ്ങുന്ന എന്ത് സഹായവും കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും. പറയാൻ മടിക്കരുതെന്ന് മാത്രം. കൊല്ലപ്പള്ളി, എഴുന്നേക്കണോ? നീ വലിയ വില്ലനാണല്ലേടാ. എന്താ റോള് വല്ലതും ഉണ്ടോ കയ്യിൽ? നീ എന്റെ വീട്ടിൽ വന്നിരുന്നോ? നിന്റെ വീട്ടിൽ ആരും വന്നോടൊന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? നീ അവളെ കാണാൻ വന്നതല്ലേടാ. എന്താ രോഹിണിയെ കാണാൻ കൊള്ളില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്. നിന്നോടൊന്നിച്ച് താമസിക്കുന്ന ഒരു ദോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു. പൊളക്കട എവിടെ എനിക്ക് പൊളക്കണ്ട്? പൊളന്നു നിന്നെ ഓർത്തില്ലെങ്കിൽ ഈ കമ്പനിയുടെ വക്കച്ചിനെ എനിക്ക് ഓർമ്മിക്കണം. ഇവിടെ വക്കച്ചൊന്നും ഇല്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. എന്നെ അങ്ങ് ഓർത്താ മതി.
നീ എടുത്താ പൊങ്ങത്തില്ലേപ്പാ, നിന്റെ പാട് നോക്ക്. കൊറലിയാ കയ്യ്. ഇരുന്ന് കളിടാ. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നോ? അല്ലായിരുന്നു. ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം, അല്ലേ? അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലല്ലോ സാർ. മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പാണ് സാർ. എന്താ ഉറപ്പ്? ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മരിക്കത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല. അതൊരു നല്ല ഉറപ്പല്ലേ. ആ, അതിരിക്കട്ടെ. അയ്യപ്പനെ കാണാതെ വിവരത്തെക്കുറിച്ച് രോഹിണി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ രോഹിണിയോട്? ചോദിച്ചില്ല. നിങ്ങൾ അവസാനം അയ്യപ്പനെ കാണുന്നത് എപ്പോഴാ? എന്തായി നോക്കുന്നേ? അല്ല, അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. ആ, അയ്യപ്പൻ എങ്ങനെ മരിച്ചെന്നാ നിങ്ങൾ പറഞ്ഞത്? മരിച്ച ഞാൻ പറഞ്ഞില്ല സാർ. ഓ, ജീവിച്ചിരിപ്പുണ്ടാവുമെന്നാണല്ലോ പറഞ്ഞത്. ശരി, നിങ്ങൾ പോയി വരുണനോട് വരാൻ പറയും. ഓരോരുത്തന്മാർ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതിന്റെ ബുദ്ധിമുട്ട് നമുക്കും. ഛെ, എന്തൊരു ബോർ ഏർപ്പാടാണിത്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവിടെ നിന്ന് ബോറടിച്ചായിരിക്കും അല്ലേ? അവരോട് ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ നോക്കൂ. ചായ എടുത്തിട്ടെ സാർ? എഴുന്നേക്കടാ, എഴുന്നേക്കടാ. നിന്നോട് ഇരിക്കാൻ പറഞ്ഞു? ഇല്ല. പിന്നെ ഇരുന്നതോ? കസേര കണ്ടതുകൊണ്ട് ഇരുന്നു പോയതാണ്. കസേര കണ്ടാ നീ അപ്പ ഇരിക്കുവല്ലേടാ? സാധാരണ എങ്ങനെയാണ്? എന്നാ ഇരിക്കും. വേണ്ട സാർ, നിന്നോളാം. ഇരിക്കാൻ പറഞ്ഞ ഇരുന്നോളാം. ഇരിടാ. നീ വലിയ കോമഡിയനാണ് അല്ലേടാ? അല്ല സാർ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിട്ടിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും. കരയാൻ മാത്രം നിന്റെ വീട്ടിലെന്താ കാര്യം? അച്ഛന് പ്രാന്താണ്, അമ്മയ്ക്ക് വാദം, മൂത്ത പെങ്ങൾ ഒളിച്ചോടിപ്പോയി, ഇളയ പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ല. ചിരിക്കാതിരിക്കാൻ പറ്റുമോ സാർ? ആ, പോട്ടെ, സാരമില്ല. അയ്യപ്പൻ എവിടെ പോയിരിക്കുക? എങ്ങും പോയതല്ല സാർ, അയ്യപ്പനെ കൊന്നതാണ്. കൊന്നതോ? ആര്? ദൈവം, അല്ലാതെ ആര്? അവൻ ഈ ഭൂമിക്കൊരു ഭാരമാണ്. ആ രോഹിണിയെ കണ്ണീര് കുടിപ്പിക്കുന്ന കാണുമ്പോ അവനെ കുത്തിക്കൊന്നു കളഞ്ഞാൽ എന്തെന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അപ്പൊ താൻ പറയുന്നത് അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ലെന്നാണോ? സാർ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്യരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവൻ വരാതിരിക്കില്ല. ഒളിച്ചിരുന്നാ നടക്കുമോ സാർ? അയ്യപ്പനെ അവന്റെ മകൻ തന്നെ കൊന്നിട്ടുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ആ ചെറുക്കനൊരു മഹാപേശക, സാക്ഷാൽ തന്തക്കാലൻ എന്ന് പറഞ്ഞാൽ അവനാ ആ വിഷ്ണു. അങ്ങനെ തോന്നാൻ കാരണം? അയ്യപ്പനെ കാണാതായ ദിവസം അവനിവിടെ വന്നിരുന്നു. ഇതെന്റെ അവസാനത്തെ വരവാണ്, ഇനി തന്തയോട് പണം ചോദിക്കാൻ ഞാൻ വരില്ല എന്നവൻ തീർത്തു പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഇവൻ തട്ടും. സാറ് സംശയിക്കണ്ട, അയ്യപ്പനെ ആ വിഷ്ണു തട്ടിക്കളഞ്ഞിട്ടുണ്ട്. രണ്ടും ദൈവനാമങ്ങൾ, അയ്യപ്പനും വിഷ്ണു. സാർ, യെസ്, കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ത്രീ ആദ്യം കൊണ്ടുവരൂ. യെസ് സാർ. വരൂ. വാടാ മോനെ. വേണ്ട, നിങ്ങൾ വന്നാ മതി. അപ്പൊ ഇവനോ? അമ്മ പോയിട്ട് വരണം, എന്നെ ആരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അയ്യപ്പന്റെ ഭാര്യയാണല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെന്താ? ആ മനുഷ്യന് നാടൊട്ടുക്ക് ഭാര്യമാരല്ലേ? കൂട്ടത്തിൽ നിങ്ങൾ ഒരു ഭാര്യ അല്ലേ? ഓ, കൂട്ടുഭാര്യയാണേ. എന്റെ ദൈവമേ, ഇങ്ങനെ എന്റെ വിധി ആർക്കും വരത്തല്ലേ. ബീഡി വലിച്ച് തള്ളുന്ന പോലെ അയാൾക്ക് പെണ്ണുങ്ങള്. അയാൾ ഇത്രക്കാരനാണെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇപ്പോഴിതാ കാണാനില്ലാന്ന് പറയുന്നു. അതറിഞ്ഞപ്പോ അതിലേറെ വിഷമം. അയാൾ എവിടെ പോയെന്ന് വല്ല വിവരമുണ്ടോ? എങ്ങനെ അറിയും? അങ്ങോട്ട് തിരിഞ്ഞ് കയറുകയില്ലല്ലോ. വല്ലപ്പോഴും ചെറുക്കനെ പറഞ്ഞയച്ചാൽ വല്ലതും കൊടുത്തു വിടും. ഈ പ്രാവശ്യം അവൻ ചെന്നപ്പോ അവനെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളഞ്ഞു. അവൻ പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാ. രാത്രിയിൽ എവിടെയായിരുന്നു ചോദിച്ചില്ലേ? നല്ല ചേലായി. അവൻ നേരും ചൊവ്വും പറയുമോ? തന്തയുടെ മോനല്ലേ, മനസ്സുവാർത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഇനി എന്തായാലും രൂപയ്ക്ക് വേണ്ടി തന്തയടുത്തേക്ക് പോകുന്ന ഏർപ്പാടെന്നും പറഞ്ഞ് മാറിക്കിടന്ന് ഒറ്റ ഉറക്കം. കാണാനില്ലെന്നറിഞ്ഞപ്പോ അവൻ എന്തു പറഞ്ഞു? ദൈവാധീനം, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ ഒക്കോ സാറേ? കാലനാണെങ്കിലും കല്യാണം കഴിച്ചവനായി പോയില്ലേ. എന്തായി സാറേ, വല്ല അറിവുണ്ടോ? വല്ല പെണ്ണുങ്ങളെയും കൊണ്ട് സ്ഥലം കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയണം. വാ വാ. ആ ചെറുക്കനോട് വരാൻ പറ. യെസ് സാർ. കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറന്മാരെ. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. നീ വാടാ. മോനെ, അവരതൊക്കെ ചോദിക്കും.
അബദ്ധം എന്ന് പറഞ്ഞ് പിടിപ്പിച്ചു കളയരുത്. നീ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോടാ? ഉണ്ട്. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. എന്തായിരുന്നു കേസ്? എല്ലാം അടിപിടിയാ. എന്നെ കാണുമ്പോ ചിലക്ക് തല്ലാൻ തോന്നും, ഞാനും തല്ലും. അവസാനം കേസുണ്ടോ വിലക്കിരി. അപ്പോ ജയിലിൽ പോകാൻ മടിയില്ല? മടിക്കുന്ന എന്തിനാ? ശിക്ഷിച്ചിട്ടല്ലേ. ഈ മുണ്ടം താത്തിയിട്ടെ വാ ഒന്ന് നോക്കട്ടെ. ഇവന്റെ ഈ രേഖ കണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞിരിക്കുന്നല്ലോ സാർ. ഒരു ചെറിയ വെട്ട് വീണിരിക്കുന്നുണ്ടോ? സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആ വെട്ട് ശരിക്കും തെളിഞ്ഞിട്ടില്ല സാർ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കാൻ. അതല്ല ചോദിച്ചത്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ രേഖ കയ്യിലുള്ളവർ കൊലപാതകം ചെയ്യും. നീ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ തെളിവാണിത്. എങ്കിലും സ്വന്തം അച്ഛനെ തന്നെ തട്ടിക്കളഞ്ഞുള്ള വിഷ്ണു. ഓട്ടെ, സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. ശവം എവിടെ ഇട്ടിരിക്കുന്നു? അപ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ള തീർച്ചയാണ് സാർ. നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ. കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നു പറയും. അച്ഛനോട് രൂപ വാങ്ങിക്കാൻ നാടകയ്ക്കാൻ പോയില്ലേ? എന്നിട്ട് അവസാനം അച്ഛനെയും കാത്ത് ഗേറ്റിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്ന ബാലവാലൻ എന്ന് പറയുന്ന ആളാ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി? നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നില്ലല്ലോ? അതങ്ങനെ ബസ് കിട്ടണ്ടേ? നീ പറയുന്ന മുഴുവൻ നുണയാണ്. ബാലഗോപാലോട് വണ്ടിക്കൂലും വാങ്ങി നീ നേരെ പട്ടഷാപ്പിലേക്കല്ലടാ പോയത്? ഞാൻ പട്ടയടിക്കാറില്ല. നീ പട്ടയടിക്കാറില്ല. അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു. നീ വഴിയിൽ കാത്തു നിന്നു. കുടിയും കഴിഞ്ഞ് ലെക്ക് കെട്ട് വരുന്ന അയ്യപ്പനെ വഴിയിൽ കാത്തു നിന്ന് നീ കുത്തിക്കൊന്നിട്ട് ശവയുടെ മറവ് ചെയ്തു അല്ലേടാ? എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ? എന്തോന്ന്? എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ വല്ലതും പറഞ്ഞ ഇങ്ങോട്ട് യേശു അറസ്റ്റ് ചെയ്തോ സാറേ? കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോന്നോളാം. അപ്പൊ നീ ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വന്നില്ലടാ കൊലപാതകത്തിന് അറിയിക്കുന്നു. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ ഞാൻ എന്നിട്ട് പന്നെ ഇവനെ പിടിച്ച് ലോക്കപ്പേ. എന്നിട്ട് ആ സ്ത്രീയെ പറഞ്ഞേച്ചേക്ക്. അയ്യോ, എന്റെ മോൻ ഒന്നും ചെയ്യരുതേ. ഇല്ല സാർ, അയ്യപ്പന്റെ മകനെ എനിക്ക് പരിചയമേ ഇല്ല. അയ്യപ്പൻ അന്വേഷിച്ച് ആ ദിവസം ആരും ഷാപ്പിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ പുറത്താരെങ്കിലും വന്നു നിന്ന് പോയിട്ടുണ്ടോ? വഴക്ക് കഴിഞ്ഞ് ബാലഗോപാലനെ നിങ്ങൾ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ. അയ്യപ്പൻ എങ്ങോട്ട് പോയി? അയ്യപ്പൻ അവിടെ തന്നെ ഇരുന്നു. എന്നും നേരം വിളിക്കണ മുമ്പ് അവനെ ശരിപ്പെടുത്തില്ലെങ്കിൽ അയ്യപ്പനെ ഇങ്ങനെ വിളിച്ചോ. ആ വാ, നമുക്കൊന്ന് മിനിയും കളയാം. വാ ദാപ്പു, ഇപ്പൊ തന്നെ കണക്കിലധികം കുടിച്ചിട്ടുണ്ടല്ലോ അയ്യപ്പ. ഇന്നിനി വേണോ? നാളെ പോരെ? ഞാൻ കടം പറയുമെന്ന് പേരിട്ടായിരിക്കും അല്ലടാ. ദാ നിന്റെ ഈ ചാരാക്കിട മുഴുവൻ വിലക്ക് മേടിക്കാനുള്ള രൂപ ഈ അയ്യപ്പന്റെ കയ്യിലുണ്ട്. ഇപ്പോഴുണ്ട്, ഇന്നുണ്ട്. കൊണ്ടുപോടാ, കൊണ്ടുപോടാ കുപ്പി. അല്ല, മനസ്സിലായില്ല. അല്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല. നമുക്ക് ശരിക്കൊന്നും മനസ്സിലായിക്കളയാം. 2 കുപ്പി. ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വാങ്ങിക്കണ്ട, ഞങ്ങൾ ആവശ്യത്തിന് കുടിച്ചു കഴിഞ്ഞു. ചാരായത്തിന് അളവ് വേണം. ആ ഇറങ്ങിപ്പോയവര് എവിടെയുള്ളവരാണെന്ന് പുനറിയാമോ? ഇല്ല സാർ. അവർ ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സാർ, അതിന് മുമ്പ് വന്നിട്ടില്ല, അത് കഴിഞ്ഞും വന്നിട്ടില്ല. അയ്യപ്പൻ കുറച്ച് രൂപ വാരി പുറത്തിട്ടെന്ന് പറഞ്ഞല്ലോ. അതെ സാർ. അത് എത്ര രൂപ കാണുമായിരുന്നു എന്നാണ് അപ്പുവിന്റെ ഊഹം? എത്ര രൂപ കാണുമായിരുന്നു പറയാൻ പറ്റില്ല സാർ. 1-2 100 രൂപ നോട്ടുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയ്യപ്പനെ കാണാതായതിൽ ആ ഇറങ്ങിപ്പോയവർക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് അപ്പുവിന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനെന്ത് പറയാനാണ് സാർ? അവരെ വീണ്ടും കണ്ടാൽ അപ്പുവിന് തിരിച്ചറിയാമോ? തിരിച്ചറിയാം സാർ. ആ, അയ്യപ്പൻ കുടി കഴിഞ്ഞ് അവിടെ നിന്ന് എപ്പോഴാ പോയത്? അയ്യപ്പ, ഒന്ന് പോയാട്ടെ അയ്യപ്പ, എനിക്ക് കട കിടക്കണം അയ്യപ്പ. എത്രയായി? 22 രൂപ 40 പൈസ. ഒരു കൊണ്ടുപോവാ. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ. കുറെ സ്ഥിരം വാചകങ്ങളുണ്ട്. ആർക്കാ ഡാഡി? മിണ്ടായിരുന്ന അജി വന്നിട്ട് പടാ. ഇനി അവന്റെ വക ഒരു വിസ്താരം. അത് കൊള്ളാം. പത്രക്കാരെന്ത് എഴുതിയതിന് നമ്മുടെ മോൻ എന്ത് പിടിച്ചു? പത്രക്കാരൻ കൊള്ളാം, മോനും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഇരിക്കുന്നോ? കാപ്പി പിടിക്കുന്നില്ലേ? വേണ്ട. രക്ഷയില്ല മോനെ, ഡാഡി ഇന്ന് കയറ് പൊട്ടി തീർക്കുക. എന്തിനാ വെറുതെ മോനെ വഴക്കു പറഞ്ഞത്? നിന്റെ അച്ഛനൊരു പത്രം തുടങ്ങിയാൽ എന്തായിരുന്നു? എങ്കിൽ പിന്നെ
ഒരു പത്ര ഉടമയുടെ മകളെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു? ആ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ പത്രമില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കാണാതെ പോയ അയ്യപ്പൻ എന്റെ മുമ്പിൽ കിടന്ന് ഉരുളുകയല്ലേ. എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാന്നിട്ടാണ് പോലും. അനാസ്ഥയാണത്രേ. റാസ്കൽസ്. ദേ, ഈ പോലീസ് ഭാഷ ഇവിടെ വേണ്ട കേട്ടോ. ജേക്കബ് ഹിയർ. ഗുഡ് മോർണിംഗ് സർ. കണ്ടു സർ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ. പത്രക്കാർ ഇങ്ങനെയൊക്കെ എഴുതാൻ പോയി ഞാൻ എന്ത് ചെയ്യാനാ? ശരി സർ. ഓക്കെ സർ. താങ്ക് യു. ഐ ജിയുടെ ഫോണാ. 2 ആഴ്ചക്കുള്ളിൽ അയ്യപ്പനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കണോന്ന്. ഇവനൊക്കെ ഞാനവിടെ പോയി അന്വേഷിക്കാനാ. അയാൾക്ക് അവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഡാഡി വെറുതെ പറഞ്ഞല്ലേ മോനെ? അങ്ങനെ. നീരാളി, അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ല. അത് നിനക്കങ്ങനെ അറിയാം? എന്റെ മനസ്സെങ്ങനെയാ പറയുന്നത്. ചത്തങ്ങി ശവമെങ്കിലും കിട്ടണ്ടേ? ഇനി അതൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഇന്നെവിടെയാ നാടകം? തിരുവനന്തപുരം. എന്ന് മടങ്ങി വരും? നാളെ ആറ്റിങ്ങൽ സ്റ്റേ ഉണ്ട്, മറ്റന്നാൾ കാലത്ത് വരും. ശരി, താൻ കൂടെ വണ്ടി കയറ്. ഞാനൊന്ന് പൂട്ടിയിട്ട് വരാം സാർ. ഒന്ന് വേഗം പൂട്ടിയിട്ട് പാടും. ഏതായി കമ്മല്? അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നതാ. എവിടെയാ അതിന്റെ കട? ചന്തമുക്കില. നിങ്ങൾക്ക് സ്വർണം പണം എടുക്കുന്ന ഏർപ്പാടുണ്ടോ? ഇല്ല, വാങ്ങാറേ ഉള്ളൂ. കളവ് മുതൽ മാത്രം അല്ലേ? ഇല്ല സാർ, കളവ് ഞാൻ വാങ്ങാറില്ല. പിന്നെ ഇതെന്തിനാ വാങ്ങിയത്? പണയം വയ്ക്കാനാ അയ്യപ്പൻ വന്നത്. പണയം എടുക്കുന്ന ഏർപ്പാടില്ലെന്ന് പറഞ്ഞപ്പോ വിലക്കെടുത്താ മതിയെന്നായി. അങ്ങനെയാ ഞാൻ വിലക്ക് മേടിച്ചത്. എത്ര രൂപ കൊടുത്തു? 450 രൂപ. ഈ കച്ചവടത്തിൽ എത്ര രൂപ ലാഭമുണ്ട്? അത് നിങ്ങൾ കൊടുത്ത 550 രൂപയായിട്ട് അയ്യപ്പൻ എങ്ങോട്ടാ പോയത്? 450 കൊടുത്തോളൂ സാർ. അതും വാങ്ങിക്കൊണ്ട് എങ്ങോട്ടാ പോയത്? അറിയില്ല സാർ. ചോദിച്ചില്ലേ? രൂപയ്ക്ക് എന്താ ഇത്ര അത്യാവശ്യമെന്ന് ചോദിച്ചു. അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? താൻ തന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞൊരു ചാട്ടം. പിന്നെ ഞാൻ മിണ്ടിയില്ല. കമ്മൽ വെക്കാൻ വന്നപ്പോ അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേരെന്താ? ഒറ്റയ്ക്കാണ് സാർ വന്നത്. അകലെ മാറി ആരെങ്കിലും ഇപ്പൊ ഉണ്ടായിരുന്നു അയ്യപ്പനെ പ്രതീക്ഷിച്ച്? ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. 450 രൂപ പോരെന്ന് പറഞ്ഞ അയ്യപ്പൻ വീണ്ടും കടയിൽ വന്നില്ലേ? എന്നായിരുന്നു അത്? ഇല്ല സാർ, രൂപയുമായി പോയിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. കമ്മലിന്റെ മഹസ്തർ അയാളുടെ മൊഴി എടുത്തോളൂ. വാടോ. എന്റെ ഊഹം ശരിയാകാനാണ് സാധ്യത. 450 രൂപ കൈ കിട്ടി. അത് തീരുന്നവരെ സൂക്ഷിക്കളാമെന്ന് കരുതി കാണും. അല്ല, പോലീസായോ അല്ല കൊണ്ടുവന്നിരുന്നത്. സാർ, ഇത് എവിടെയാ കിടക്കുന്നത്? കല്ലട പദ്ധതി 7ാം പദ്ധതിയിൽ തീർക്കും. NOC തട്ടിപ്പ്. കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ. ഇഷ്ടം. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം കൊല്ലപ്പള്ളി. കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ.
കഴിഞ്ഞ 2 മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവന തിയേറ്റേഴ്സിലെ തബലിസ്റ്റായിരുന്ന അയ്യപ്പന്റെ ശവശരീരം ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ ഭാവന തിയേറ്റേഴ്സിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള കറ്റാണം റോഡിൽ ചിരുതച്ചിറ പാടത്തിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. ബലവല, ഇതൊരു കൊലപാതകമാണ് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അല്ലെ നമ്മുടെ അയ്യപ്പനാരോ കൊന്നാണെന്ന്. ആ ദാ രാജമ ചേച്ചി, പാലം തുറക്കണേ. രാജമ ചേച്ചി, ചേച്ചി നമ്മുടെ അയ്യപ്പനാശം മരിച്ചതാ. ശവം കറ്റാണ റോഡിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട്. ആരോ കൊന്നതാണെന്ന്. എന്റെ ദൈവമേ, ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണം. എല്ലാവരോടും പറഞ്ഞേര്. ജഡം അയ്യപ്പന്റെ തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മെറ്റീരിയൽ ഒബ്ജക്റ്റുകളെല്ലാം അവസാനം കണ്ട സാക്ഷികളുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സ്കള്ളിന്റെ ഫോട്ടോ സുപ്രീം പൊസിഷൻ നാളെ വരും. അതുകൂടി വന്നാലേ തീർത്ത് പറയാൻ പറ്റൂ. അതും ഫേവറബിൾ ആയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഈ കഷ്ണം വയറിന് മേൽഭാഗത്ത് 3ാമത്തെ വാരിയലിനോട് ചേർന്ന് 4.5 ഇഞ്ച് ആഴത്തിൽ കുത്തിയിറക്കിയിരുന്നു. ഇതിന്റെ കൂർത്ത അറ്റം ചങ്കിൽ തട്ടിയിട്ടുണ്ട്. തന്മൂലമുണ്ടായ ഷോക്കും ഹെമറേജുമാണ് മരണകാരണം. കുത്തിയതിനു ശേഷം കുപ്പി വലിച്ചൂരിയെടുക്കാൻ കൊലപാതകി മെനക്കെട്ടിട്ടില്ല. കാണാതായി എന്ന് പറയുന്ന ദിവസം തന്നെയാണ് മരണം നടന്നിട്ടുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉറപ്പിച്ചു പറയുന്നു. അത് അയ്യപ്പന്റേതാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അയാൾ താക്കോൽ കൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരനുമല്ല. ശവം കിടന്ന ചാക്കിന് പുറത്ത് മണ്ണിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്. മിഴികളിൽ നിറകതിരായി സ്നേഹം, മൊഴികളിൽ സംഗീതമായി മൃദുകര സ്പർശനം പോലും മധുരമൊരനുഭൂതിയായി. മധുരമൊരനുഭൂതിയായി മിഴികളിൽ നിറകതിരായി. ചിരികളിൽ മണിനാദമായി സ്നേഹം, അനുപദമൊരു താളമായി. ചിരികളിൽ മണിനാദമായി സ്നേഹം, അനുപദമൊരു താളമായി. കരളിൻ തുടിപ്പുകൾ പോലും ഇണക്കിളികൾ തൻ കുറുമൊഴിയായി മിഴികളിൽ നിറകതിരായി.
വാക്കിൽ തേൻ കണമായി സ്നേഹം ഒരു നോക്കിൽ ഉത്സവമായി ഒരു വാക്കിൽ തേൻ കണമായി സ്നേഹം ഒരു നോക്കിൽ ഉത്സവമായി തളിരുകൾക്കിടയിലെ പൂക്കൾ പ്രേമലിഖിതത്തിൻ പൊന്നിതിയായി മിഴികളിൽ നീലകതിരായി സ്നേഹം മൊഴികളിൽ സംഗീതമായി മൃദുകര സ്പർശനം പോലും മധുരമുരനുഭൂതിയായി മധുരമുരനുഭൂതിയായി ചേട്ടാ ശ്രീദേവി ശ്രീദേവി രാത്രിയിൽ ഒറ്റയ്ക്ക് എന്തിനോട് വന്നു? എനിക്കറിയില്ല ചേട്ടാ, എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കിടക്കയിലായിരുന്നു. ഭർത്താവിനോടൊത്ത് കിടക്കമുറി കിടന്ന ഭാര്യ മറ്റൊരു പുരുഷനിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വാടക വീട്ടിൽ ഈ പാതിരാത്രിയിൽ ഓടി വന്നത് ഒട്ടും ശരിയായില്ല. എങ്കിൽ പിന്നെ ഈ സമയത്തിരുന്ന് അങ്ങെന്തിന് പാടി? ജേട്ടന്റെ പാട്ട് കേട്ടാൽ എന്റെ ശരീരത്തിന് ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ആത്മാവെങ്കിലും പാഞ്ഞെത്തുമെന്ന് ജേട്ടന് അറിയാത്തതല്ലോ. ക്ഷമിക്കൂ ശ്രീദേവി, ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ പാടുകയില്ല. എന്ന് മാത്രമല്ല, ശ്രീദേവിയുടെ ജീവിതത്തിന് സ്വയം നശിപ്പിക്കാതിരിക്കാൻ ഞാൻ ഈ നാട്ടിൽ തന്നെ പോവുകയാണ്, എന്നേക്കുമായി പോവുകയാണ്. ഇല്ല, ഞാൻ വിടില്ല. എന്റെ ജേട്ടന് ഏകനായി എങ്ങും പോയി ഞാൻ സമ്മതിക്കില്ല. ശ്രീദേവിക്ക് തെറ്റി. ഏകനായല്ല ഞാൻ പോകുന്നത്. ഞാൻ എവിടെ പോയാലും എന്റെ ശ്രീദേവിയെ കുറിച്ചുള്ള മധുരസ്മരണകൾ എന്നും എന്നോട് ഒന്നിച്ചുണ്ടാവും. അതിനേക്കാൾ വലിയൊരു കൂട്ട് ഈ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ജേട്ടന് എങ്ങും പോയി ഞാൻ സമ്മതിക്കില്ല. അബദ്ധം പറയാതിരിക്കും ശ്രീദേവി. ശ്രീദേവിയുടെ ഭർത്താവ് എവിടെയുണ്ട്? ഭർത്താവ് ജേട്ടനെ അല്ലാതെ മറ്റാരും എനിക്ക് സ്നേഹിക്കാനാവില്ലെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞതാണ്. മാത്രമല്ല, ആ മനുഷ്യനെ എനിക്ക് വെറുപ്പാണെന്ന് ഞാൻ തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ടും എന്റെ സ്വത്ത് മാത്രം മോഹിച്ച് അച്ഛന്റെ പിൻബലത്തോടു കൂടി എന്നെ വിവാഹം ചെയ്തിട്ട് ഭർത്താവാണെന്ന് പറഞ്ഞു നടക്കുന്ന ആ